ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 24 ഡേ 23 കുല അനുമോൾ കിങ്ഡം. അതാണ് ഞാൻ ഈ എപ്പിസോഡിന് പേരിടാൻ പോകുന്നത്. കുല അനുമോൾ കിങ്ഡം. കുലച്ച് എവിടെ എത്തിയാവോ. അതായത് പ്രോപ്പറായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ട് പഠിച്ചു കയറിയ അനുമോള് അത് നല്ല കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കരയേണ്ട ഫ്രെയിമുകളിൽ കൃത്യമായ കരച്ച്, കുലവർത്താനം പറയേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായ കുലവർത്താനം. അനീഷ് ആദ്യം നടന്നിന്ന് ഓർമ്മയുണ്ടോ? അനീഷ് നടക്കുന്നതിന് പിന്നാലെയാണ് കൂട്ടം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അനുമോൾ നടക്കുന്നതിന് പിന്നാലെയാണ് കൂട്ടം. കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോപ്പർ കണ്ടന്റ് മേക്കർ അല്ലേ? പ്രോപ്പർ കണ്ടന്റ് മേക്കർ ഇട്ടോ. ഒരു രക്ഷയില്ല അനുമോൾ എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷയില്ലാത്ത കണ്ടന്റ് മേക്കർ. കരഞ്ഞിട്ടോ മെഴുകിയിട്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും കണ്ടന്റ് കൊടുക്കുക. കപ്പടിക്ക് വേണം, അതല്ലാതെ അനുമോൾ വീടിട്ട് പോയില്ല. അമ്മാതിരി കളി. അതെന്താ പറയാ, അങ്ങനെ ഉള്ളപ്പോ എന്താ അറിയോ, അനുമോക്ക് അതിനുള്ള എല്ലാം എന്തുണ്ട്, അർഹതയുണ്ട്. സാധനം കൊടുക്കുന്നുണ്ട്, കറക്റ്റ് സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണോ അനുമോൾ വ്യൂവേഴ്സ്, അനുമോൾ ഫാൻസ് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് തുടക്കം തന്നെ തുടങ്ങിയിട്ടുള്ളത് അനുമോളിൽ തന്നെയാണ്, വേറെ ആരുമില്ല. അനുമോൾ തന്നെയാണ് കണ്ടന്റ് കൊടുത്ത് പോകുന്നത്. അനുമോൾ രാവിലെ തന്നെ സമരത്തിലാണ്. അനുമോൾ അസ്വസ്ഥയാണ്. അനുമോളെ കിച്ചണിന്ന്, അതായത് അനുമോളുടെ കിങ്ഡത്തിൽ നിന്ന് രാജ്ഞിയെ മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഒരാള് മതി ഈ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം ആയി കൊടുക്കാൻ. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടികളുടെ അടുക്കളയിൽ വരുന്ന കുട്ടിയാണ്. അപ്പൊ അങ്ങനെ അനുമോൾ അവിടുന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് അനുമോക്ക് ആകെ പൊളിഞ്ഞു. പൊളിഞ്ഞ അനുമോള് പിന്നെ പാത്രം കഴുകില്ല, ഫുഡ് കഴിക്കില്ല ഒക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. ഒളിപ്പിച്ചു വെച്ച് ആപ്പിള് തിന്നു, ആപ്പിള് കള്ളി. അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ പിന്നെന്ത് ചെയ്യും. ഇത് ബേസിക്കലി എന്താ സംഗതി അറിയോ, ഇതിങ്ങനെ എല്ലാരും ചൊറിയും. അപ്പാനി പ്രോഗ്ഡായി, റെന പ്രോഗ്ഡായി, എല്ലാരും പ്രോഗ്ഡ് ആവുന്നുണ്ട് ഇവളുടെ ഈ ഒരു തന്ത്രത്തിന് മുകളിൽ. ജയിക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് എല്ലാരും പ്രൊവോക്ക് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാതിരുന്നോ ഇന്ന്? ഇല്ല, ഫുഡ് കഴിച്ചു. പണി വല്ലതും എടുത്തോ? കുറച്ച് പണി എടുത്തു. പണി കംപ്ലീറ്റ്ലി എടുത്തില്ല, കുറച്ച് പണി എടുത്തു. അത് ആ സമയത്താണോ എടുത്തേ? അല്ല, അവനാന്റെ വാശിക്ക് തോന്നിയ സമയത്ത് പണിയെടുത്തു. ആരാ ജയിച്ചേ? അനുമോള് ജയിച്ചു. കഴിഞ്ഞ വട്ടം ഗിസേലിന്റെ പിന്നാലെ എല്ലാരും പാവാട എന്ന് പറഞ്ഞ നടന്നില്ലേ? ഇപ്പൊ ആരാണ് ശരിക്കും അനുമോളെ പാവാടകൾ? ചോദിക്കാലോ, ഇപ്പൊ തിരിച്ചു ചോദിക്കാലോ അനു ഫാൻസിനോട്. ഇപ്പൊ എല്ലാരും കൂടി എന്തായി, അനു പാവാട ആയിട്ട് അവിടെ കളി തുടങ്ങി അല്ലേ? ഷാനവാസും തിരിഞ്ഞു, അഭിലാഷും തിരിഞ്ഞു, ഒനീലും തിരിഞ്ഞു. അത് അവരുടെ ഗെയിം, അത്രേ ഉള്ളൂ, അത് അവരുടെ ഗെയിം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ, അനുമോളേക്കാ ഒരു തട്ട് പൊങ്ങി നിൽക്കുന്ന ഗെയിമർ ഗിസേലാണ്. ജിസയിൽ എന്താ അറിയോ, അടിപിടിയില്ല, കച്ചറയില്ല, കരച്ചിലില്ല, മെഴുകലില്ല, ഒന്നുമില്ല. ഷാർപ്പ് സാധനങ്ങള് കൊട്ടിക്കേണ്ട സ്ഥലത്ത് അനുമോളെ തഴുകുന്നുണ്ട്, പൊട്ടിക്കുന്നുണ്ട്, തഴുകുന്നുണ്ട്, പൊട്ടിക്കുന്നുണ്ട്. അനുമോളെ ഡ്രസ്സ് തന്നെ എറിഞ്ഞത് കണ്ടോ? സിമ്പിൾ സാധനം എടുത്തിട്ട് അതിനുള്ളിക്കാൻ ഇട്ടിട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അനുമോൾ കണ്ണുകൂടി നോക്കിയാ കരച്ചില്. എല്ലാരും ഒറ്റപ്പെടുത്താണ്, എല്ലാരും പറഞ്ഞുവിടാൻ നോക്കുന്നത്. ഇന്ന് ലൈവ് ഈ കണ്ടാണക്കറിയാ, മിനിമം ഒരു 10 സ്ഥലത്തെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തി. അനുമോൾ ഇനി എടുക്കാൻ ആകെയുള്ള കാർഡ് ഏതറിയോ? ബന്ദിപ്പൂർ കാർഡ്. കാര്യം പറയാം, ബന്ദിപ്പൂർ കാർഡ് ഉണ്ടാവും, മുത്തങ്ങ കാർഡ്, അങ്ങനെയുള്ള കുറെ കാർഡുകൾ മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ കാർഡും അനുമോളോട് തടിച്ചിട്ടുണ്ട്. അനുമോൾക്ക് ഇപ്പൊ ഒറ്റപ്പെടണം. റെന ഫാത്തിമയ്ക്ക് ഗെയിം മനസ്സിലായി. റെന കൃത്യമായി പറയുന്നുണ്ട്, കുലസ്ത്രീ കളിച്ച് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിന്റെ പ്ലാൻ. അതന്നെ ഗിസേലും പറയുന്നുണ്ട്. ഗിസേല് കൃത്യമായി പറയുന്നുണ്ട്, അവള് കണ്ടന്റ് എടുക്കുകയാണ്, നിങ്ങൾ എന്തിനു മൈൻഡ് ചെയ്യണം, സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല അവക്ക്. അത് ഗിസേലും പറയുന്നുണ്ട്. പക്ഷെ അപ്പാനി ശരത്ത് പ്രൊവോക്ഡായി ഇവരുടെ ഒക്കെ ഗെയിം കംപ്ലീറ്റ്ലി കൊളാക്കുന്ന അപ്പാനി. പാനി ഘട്ടത്തിൽ ഇങ്ങനെ തിളച്ച് പുറത്ത് നല്ല ഇതുണ്ടെന്നാണ് വിചാരം. പക്ഷെ അതൊക്കെ ഒരു പൊട്ട ഗെയിമാണ്. അപ്പാനിക്ക് നടക്കണില്ല. അക്ബർ പിന്നെയും സോർട്ടഡ് ആണ്. നല്ല ചോറിയാണ് അക്ബർ ചോറിഞ്ഞോണ്ടിരിക്കുന്നത്. വേറൊരു ഗെയിമർ ഉണ്ട്, കൊടൂര ഗെയിമർ അനീഷ്. ആ മറ്റേ സ്വച്ഛാധിപതിയായ നിവിനെ തഴുകി ഇടയ്ക്ക് ഊക്കി പോയിണ്ട്. ചെങ്ങായി നിന്ന് ഊക്കണുണ്ട്,
തഴുകുന്നുണ്ട്. ഒപ്പം ലാസ്റ്റ് മൂപ്പര് ഒരു മറ്റൊരു സീനുണ്ട്, കഴുത്തിൽ കൂടി മറ്റേ ഷോൾ ഇട്ടിട്ട് ഞാനാണ് ഇവിടുത്തെ സ്വച്ഛാധിപതി മൂപ്പരങ്ങനെ നടക്കുന്നുണ്ട്. നിവിനാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആകെ വിശ്വാസം ഇയാളെ തോന്നുന്നു, അതുകൊണ്ട് ഒപ്പം പിടിച്ചെടുത്ത്. അത് നിവി വിചാരിച്ചിട്ടോ ബുദ്ധിയുള്ള നിർത്തിയതാണ്. അങ്ങനെ നിവിൻ പിടിച്ചു നിർത്തിയോടുന്ന ആ ഒരു ഗെയിമിന്റെ ലൈൻ അങ്ങനെ വേറെ പോകുന്നുണ്ട്. അനുമോക്ക് ഗെയിം മനസ്സിലാവായിട്ടൊന്നുമല്ല, അനുമോക്ക് കൃത്യമായിട്ട് അറിയാം ഇതെന്താ പരിപാടി. അറിയോ, പണ്ട് ഹോട്ടൽ ടാസ്ക് ഇടുന്ന സമയത്ത് മനഃപൂർവ്വം ഞങ്ങൾ രാജിവെച്ച് പോയില്ലേ. അതായത് ആരെങ്കിലും റിബല് വേണം, എന്നാലേ കണ്ടന്റ് ഉള്ളൂ. അല്ലാതെ എല്ലാരും അവര് പറയുന്നത് കേട്ടോ ഓച്ചാനിച്ച് പണ്ടെടുക്കാൻ തന്നിട്ട് കാര്യമില്ല. അത് അനുമോളുടെ ഗെയിം, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അനുമോൾക്ക് മറ്റേ ബൈ വൺ ഗെറ്റ് വൺ പോലെ ശൈത്യ. കറക്റ്റ് പേരെന്താ പറയാ അനുമോക്ക്, ബൈ വൺ ഗെറ്റ് വൺ. അനുമോളെ മേടിച്ച ശൈത്യനെ കിട്ടും, ആണ് അവസ്ഥ. ശൈത്യക്ക് ആണെങ്കിൽ ഇന്നാ ബാക്കിയുള്ളവരെ മുന്നിൽ ഇത് കാണിക്കാനും പറ്റണില്ല. ഇന്നാ അനുമോളെ കുത്തി പറയാനും പറ്റുന്നില്ല. പെട്ട അവസ്ഥയാണ് ശൈത്യന്റെ അതിന്റെ ഉള്ളിൽ കൂടി. റെന ഫാത്തിമയ്ക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ അവളുടെ വോയിസ് ഭയങ്കര നെഗാണ്, ഭയങ്കര ഡൗൺ ആണ്. അത് ഭയങ്കര ഡൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ. ആരും എന്ത് ചെയ്യില്ല, റെനയുടെ വോയിസ് ആരും സഹിക്കില്ല. ഇനി റെന കാര്യമാണ് പോയിന്റ് ആണ് പറയുന്നുണ്ടെങ്കിലും ആ വോയിസ് ആരും സഹിക്കില്ല. ആ കുട്ടിക്ക് ഭയങ്കര നെഗ് അടിക്കുന്നുണ്ട് ആ സാധനം. പിന്നെ കുറ്റമല്ല, റെനയുടെ കുറ്റമല്ല, പിന്നെ പണിപ്പുര ടാസ്കിന്റെ അപ്പാനീന്റെ വീട്ടുകാരെ ചീത്ത വിളിക്കുക, എടാ പോടാ വിളിക്കുക, അപ്പാനീന്റെ വൈഫിനെ പറയാ. അത് കഴിഞ്ഞതിന് ശേഷം റെന ഫാത്തിമേന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ് എടുത്തിടുക. ഈ പറഞ്ഞ അനുമോളോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, 30 വയസ്സായ മൂത്ത വാഴ എന്നെ വീട്ടിൽ നിന്നാണോ പഠിപ്പിച്ചെന്ന് ഒരാൾ ചോദിച്ചു, എന്റെ വീട്ടിൽ പറഞ്ഞേ വരും. അവിടെ കണ്ണ് മെഴുകി കരയും. എന്നിട്ട് അത് കണ്ടന്റ് ആക്കും. എന്റെ അച്ഛനെ വിളിച്ചു, എന്റെ അമ്മേനെ വിളിച്ചു, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നല്ലേ ഇന്ന് കൺഫെഷൻ റൂമിൽ പോയിട്ട് എന്താ ഉണ്ടായത്? കൺഫെഷൻ റൂമിൽ പോയിട്ടൊക്കെ അമ്മേനോട് സംസാരിക്കാം. അത് ഐഡിയ. അതായത് ഇവള് നോക്കുമ്പോ അക്ബറിന്റെ ഫാമിലി വിളിച്ചു, ഷാനവാസിന്റെ ഫാമിലി വിളിച്ചു. ഫാമിലിയിൽ ഓൾറെഡി ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കി കരഞ്ഞു പഴുകി വിളിപ്പിക്കുമ്പോ എനിക്കൊരു ക്ലൂ ഇട്ട് തരണം. ആ രീതിയിൽ ഞാൻ പറയാലോ ഹെവി ക്ലാസ് ആണ്. എത്ര ദിവസത്തെ ക്ലാസ് സംശയം, എത്ര ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തത് മാത്രം അറിഞ്ഞാൽ മതി ഏതാ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അതെ, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ബാക്കിയുള്ള നെക്സ്റ്റ് സീസണിൽ പോകുന്നവർക്കൊക്കെ കുറച്ച് ഉപകാരമാവും ഇങ്ങനെയൊക്കെ ക്ലാസ് ഭയങ്കര ഐറ്റം. അതിനിടയില് മറ്റവൻ നമ്മളെ പാവങ്ങളുടെ റൺബീർ കഷ്ടപ്പെട്ട് അനുമോളായിട്ടൊരു കോംബോ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഭയങ്കര ഫസ്ട്രേറ്റഡ് ആണ് പാവങ്ങളുടെ റൺബീർ. ഇവനുണ്ട് ADHD ഉണ്ട്, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആര് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു സാധനമാണത്. അതായത് കുട്ടികളിൽ കാണുന്ന സാധനം ഹൈപ്പർ ആക്റ്റീവ് കൈൻഡ് ഓഫ് സാധനങ്ങളാണത്. അപ്പോൾ ADHD ഉണ്ട്. അവൻ തന്നെ ഒരു ഇന്റർവ്യൂ, ഞാൻ രാവിലെ ഉച്ചക്കിട്ട വീഡിയോനകത്ത് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അതിന്റെ സിംറ്റംസ് ഈ ചങ്ങായി കാണിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ADHD ഉണ്ടോ ഇനി ആവോ ഇവന് എന്നുള്ളത്. അതിനുശേഷം ആ വീഡിയോനടിയിൽ കുറെ പേര് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി, ADHD ഉണ്ട് എന്ന് പറഞ്ഞു. ബട്ട് അതൊന്നും ഒരു എന്താ പറയാ ന്യായീകരണം അല്ല, ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതോ. അയ്യോ ഇന്ന് ജിസേലിനോട് പറഞ്ഞില്ലേ അക്ബറിന്റെ ഉമ്മ വിളിച്ചേ, അയ്യോ അത് ശരിക്കും ചോദിക്കണം, അത് കാണിച്ചു കൊടുക്കണം അക്ബറിന്. സത്യം പറഞ്ഞാല് ആര്യൻ എങ്ങനെയാണ് ജിസേലിനോട് അയ്യോ എന്റെ അമ്മ വിളിച്ചു ഒന്നാമത്തെ വിഷയം അക്ബറിനോട് സോറി കാട്ടിന് മുഖമൊക്കെ കാണണം. സത്യം ഒന്നാമത്തെ വിഷയം ആര്യനോടുള്ള മതിപ്പൊക്കെ വീടിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആര്യനെ എല്ലാരും കൂടി ഈ അനുമോൾ കോംബോക്ക് കൊണ്ടുപോയി ഇടുകയാണ്. അത് അവരുടെ ഗെയിം, വീട്ടുകാരുടെ ഗെയിം. ഇപ്പൊ അക്ബർ ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും നേരെ ആ കോംബോയിലേക്ക് ഇവനെ കൊണ്ടുപോയി ഇടാനാണ് നോക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിലും ആ ഒരു ശല്യം തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലുള്ളവർ അങ്ങനെ പിടിച്ചിടാൻ നോക്കുന്നത്. അതെ, അനുമോൾ അതിന് നിൽക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഇവൻ അങ്ങനെ ഒരു കോംബോ പിടിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള സാധനം മൈൻഡിലുള്ളതുകൊണ്ടാണ് തോന്നുന്നു പിടിക്കാൻ കുറെ നോക്കുന്നത്. ജിസേലിന് മനസ്സിലായി ഇത് വള്ളിയാണ്, വെറുതെ എന്തിനാണ് തോട്ടി വെച്ച് പിടിക്കേണ്ടെന്നുള്ളതുകൊണ്ട് ലാലേട്ടൻ്റെ ആ ഒരൊറ്റ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവനെല്ലാം നല്ല അടി കിട്ടിയോട് കൂടിയിട്ട് സംഗതി പഠിച്ചു ജിസേലിന്. പക്ഷെ പറയാൻ പറ്റില്ല, ആര്യനെ ചിലപ്പോൾ ഇനി ആര്യൻ പോയില്ലെങ്കിൽ കേട്ടോ, ആര്യന് വോട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ആര്യൻ പോയില്ലെങ്കിൽ മേ ബി ആര്യൻ പോസിറ്റീവ് ആവാനുള്ള ചാൻസും ഉണ്ട്. പറയാൻ പറ്റില്ല, ഇങ്ങനെ നെഗായിട്ട് പോസിറ്റീവ് ആവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താ അറിയോ, ഒരു
ഇപ്പോൾ ലാലേട്ടനെ പറഞ്ഞതിലും ഇവൻ ഈ ആൾക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതും ഇമോഷണൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ദേഷ്യമുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ആരും നിന്നാൽ കണ്ടന്റ് കിട്ടും അല്ലേ? ചൊറി കണ്ടന്റ് കിട്ടും. ചൊറി വെറുപ്പിക്കൽ കണ്ടന്റ് ആണെങ്കിലും കണ്ടന്റ് ആണ്. കമ്പയറിംഗ് ടു ഒനീൽ ആൻഡ് രേണു ആര്യം ബെറ്റർ ആണ് കണ്ടന്റിന്റെ കാര്യത്തില്. ടാസ്കും ചെയ്യും, അത്യാവശ്യം ഈ ചൊറിച്ചിത്തരം കാണാം. വെറുപ്പിക്കലാണെങ്കിലും നമുക്ക് എന്താണ് ആൾ ഓക്കെയാണ്, ആക്റ്റീവ് ആണല്ലോ. ഇനാക്റ്റീവ് അല്ലാത്തൊരു സ്റ്റേജ് ഒന്നുമില്ല, ആക്റ്റീവ് ആണ് ആള്. അപ്പൊ അത് അങ്ങനെ ഒരു സൈഡിൽ കൂടി ഒരു ലൈൻ എന്ത് പോകുന്നുണ്ട്, ഇവന്റെ ലൈന് പോയി കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് അല്ല, ബെൽറ്റ് മാറി ഇപ്പോ. ഷാനവാസ് ഒനീല് അബീന്റെ ബെൽറ്റ് മറ്റേ ഷൈത്തിയും അനുമോളും കേറി. അപ്പുറത്ത് അക്ബർ, അപ്പാനി, റെന. ഗിസേല് പിന്നെ ഒരു ഗ്രൂപ്പിക്കും കേറുന്നില്ല. ഗിസേലിന്റെ ആ സാധനം ഉണ്ടല്ലോ, ആ ഫുഡ് എടുത്തിട്ട് ഇവൻ ശരിക്കുണ്ടല്ലോ ഇവൻ നമ്മൾ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ആരെങ്കിലും പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പോയി ചാടുന്നുണ്ട്. നിവിൻ കിടന്ന് ഉറങ്ങും ചെയ്തിട്ടോ, വൈദവേ സ്വച്ഛാധികാരി കിടന്ന് ഉറങ്ങും ചെയ്തു. നിവിൻ എന്താ പറയുക, ആ വീടും ബിഗ് ബോസും ഒക്കെ നിവിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിവിനെല്ലാം കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ടോ? അത് നിവിൻ അത് പലപ്പോഴായിട്ട് ലൈവില് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പുറത്തു പോയാലും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ അച്ചീവ് വേണ്ടതൊക്കെ അച്ചീവ് ചെയ്തു. അങ്ങനെ ഒരു സ്കീം ഉണ്ട് നിവിന് തോന്നുന്നു എനിക്ക്. മാത്രമല്ല നിവിൻ ഭയങ്കരമായിട്ട് നിവിനും അനുമോളും തമ്മിലുള്ള ലൈന് പോകുന്നുണ്ട്. നിന്നെ ഞാൻ ഈ അനുമോള് ഭക്ഷണവും കഴിക്കാതെ ഇവരൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നിവിന്റെ തന്നെ ഐസ്ക്രീമും വാങ്ങി പണിപ്പുരന്ന് കിട്ടിയ ഫുഡും കഴിച്ച് നടക്കുക. നിവിനാണെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും പോയി സോപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തും കൊടുത്തു. അവിടെ ഗിസയില് ശരിക്കും നിവിനോട് പറഞ്ഞതാണ് കൃത്യ സാധനം പറഞ്ഞിട്ടുള്ള സമയത്ത്. അതെ, ആ പണിപ്പുരയിലുള്ളവര് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഇവിടെ വെറുതെ സൂക്ഷിച്ചിരിക്കുമ്പോ അവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നവരും അത് അവരുടെ ബുദ്ധി. നിവിനെ സോപ്പിട്ട് സാധനങ്ങൾ വാങ്ങുന്ന അവരുടെ ബുദ്ധി. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുന്നത് ബാക്കിയുള്ളവർ പോട്ടെ, അനുമോളൊരു ഉൾപ്പില്ലായ്മയാണ്. അനുമോൾ എന്തിനു, അനുമോൾ അവിടെ ഇരുന്ന് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകിട. അതിലേറെ രസം ഗിസയില് പോട്ടെ, ഗിസയില് പോയാൽ ഞാൻ കഴിക്കാം. അപ്പാനി അറിയരുത്, ഗിസയിൽ അറിയരുത് എന്നൊക്കെ സംഗതി. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുള്ള അനുമോള് മറക്കുന്നുണ്ട്. അനുമോൾ ഫാൻസിന് ഇതൊക്കെ മതി. അല്ല, അവര് ആഘോഷം. അനുമോൾ ഫാൻസിന് ഇന്ന് ആഘോഷരാവാണ്. അതൊക്കെ എന്തായാലും ഇന്ന് ആഘോഷരാവാണ് അനുമോൾ ഫാൻസിന്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താ അറിയോ, കുറച്ച് ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഞാൻ പറഞ്ഞ രേണു ലോസ്റ്റ് ആണ്. രേണു ലോസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. രേണു ലോസ്റ്റ് ആണ്. നിവിൻ ഈ പറഞ്ഞ പോലെ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സാധനം തലക്കുണ്ട്. പൊട്ടിത്തെറിക്കാൻ ചിലപ്പോ ഇങ്ങനത്തെ ഒരു ലൈൻ പിടിച്ചിട്ട് നിവിൻ എന്തും സംഭവിക്കാന്നുള്ള അവസ്ഥയിൽ നിവിൻ പോണ്. ആര്യനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എപ്പ പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ലോസ്റ്റ് ആണ് ആര്യൻ. എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ അറ്റൻഷൻ്റെ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. എനിക്ക് ഒരു കൗൺസിലിംഗ് പോലത്തെ സെറ്റപ്പിന്റെ ഒരു അത്യാവശ്യം ഉണ്ട് തോന്നുന്നു എനിക്ക്. ചെക്കൻ ബാക്ക് ടു ഗെയിം വരണമെങ്കിൽ. ഒന്നിന് പിന്നെ ഒന്നുമില്ല. ഞാൻ അപ്പം നമ്പരാൻ സുഭദ്ര അത് കമ്മിറ്റി ടീമാണ്. അബി ഈ പറഞ്ഞ പോലെ അബി ഷാനവാസ് ഒന്ന് ഇറങ്ങി. അല്ലല്ല, ഷാനവാസ് പൊതുവെ അത്ര പിടിച്ചിട്ടില്ല. ഷാനവാസിന് എനിക്ക് തോന്നുന്നത് ഒന്ന് ടൈം എടുത്ത് കയറാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഷാനവാസ് അത്ര കയറിയിട്ടില്ല. ബിന്നി, ഷാനവാസ് അവരൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അല്ലേ? ലൈവിലാണെങ്കിലും കുറച്ച് സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഷാനവാസ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആര്യന്റെ പൊട്ടിത്തെറിയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഷാനവാസ് ഒക്കെ ഭയങ്കരമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അനീഷ് സ്റ്റിൽ ഇൻ ഗെയിമാണ്. അനീഷ് ഗെയിമിൽ തന്നെ ഉണ്ട്. ഞാൻ പറയുന്നത് ലൈവ് നോക്കിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കാണാം. ഈ രേണുവിനും ഒനീലിനൊക്കെ തന്നെ കാണാത്തുള്ളൂ. പക്ഷെ കമ്മിങ് ടു എപ്പിസോഡ്സ് ഞാൻ പറഞ്ഞല്ലോ, അനീഷ്, അനുമോള് ഫസ്റ്റ്, അനുമോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിവിൻ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അനീഷും ഗിസേൽ കഴിഞ്ഞിട്ട് അനീഷ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ടീമുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. രസമുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പവർ റൂം കോൺസെപ്റ്റ് പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നപ്പോൾ ലക്ഷറി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് പകരം ഇപ്രാവശ്യം പണിപ്പുര, അതിന് കുറച്ച് സർവാധികാരികള്, സ്വച്ഛാധിപതികൾ, അവർക്ക് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പണിപ്പുര പോക്ക്. രസമുണ്ട് പരിപാടി, കോൺസെപ്റ്റ് അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടോ, ഇവരെ ആരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം 6 സീസൺ കണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവർ പോണേ അല്ലേ? അപ്പൊ 6 സീസൺ കണ്ട് പ്രിപ്പയർ ചെയ്ത് ബിഗ് ബോസിൽ പോകുന്ന ഒരാൾ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സും മേക്കപ്പും അവിടെ അണിഞ്ഞൊരുങ്ങി നടക്കും അല്ലേ? അവരങ്ങനെ പോവാ. അവരവിടെ തന്നെ തളർന്നു, ചത്തു. ഡ്രസ്സും ഇല്ല, മേക്കപ്പും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. പിന്നെ ഈ പണിപ്പുരയിൽ നിന്ന് ഫുഡ് കിട്ടും. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ
ആട്ടപ്പൊടി, ലോഡ് കണക്കിന് ആട്ടപ്പൊടി വാങ്ങാം, പാല് വാങ്ങാം, മുട്ട വാങ്ങാം. നമുക്കൊരു മനുഷ്യന് ജീവിക്കാൻ എന്ത് മതി? ചായ കുടിക്കാം, ദോശ തിന്നാം, ചപ്പാത്തി കഴിക്കാം, മുട്ട കഴിക്കാം. ഒരു ദിവസം നമുക്ക് ഈ 2 മുട്ട വെച്ച് കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മളെന്താ, നമ്മള് ഫിസിക്കലി ഓക്കെ ആയിരുന്നു. നമ്മള് ഫിസിക്കലി ഓക്കെ എന്ന സെൻസ് അപ്പോൾ തന്നെ ഞാൻ ലോ ആണ്. അപ്പൊ തന്നെ ഞാൻ 86-87 കിലോ ഞാൻ തിരിച്ചു വന്നപ്പോ 67 കിലോ ആയി. ഇവിടെ പണിപ്പുരയിൽ പോയിട്ട് ഇവർക്ക് പാലില്ലാന്ന് എനിക്ക് എന്താ മനസ്സിലായി. പാലിനൊക്കെ ഇവർ ഇത്രയും ആർത്തി കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മെന്റലി ഡൗണ്, ഫിസിക്കലി ഡൗണ്. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. ട്വിസ്റ്റ്, അത് കോൺസെപ്റ്റിലുള്ള ട്വിസ്റ്റ്. ബിഗ് ബോസ് ഇടുന്ന 7ന്റെ പണി ട്വിസ്റ്റ് വേറെ. ഞാൻ സമ്മതിച്ചു ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനെ ഒരു രക്ഷയില്ല. സർവൈവ് ചെയ്യണമെന്നുള്ള രക്ഷ എണ്ണറിക്കുന്നുണ്ട്. എല്ലാ സീസണിലും ബിഗ് ബോസ് പണി കൊടുക്കുന്നില്ല, ബിഗ് ബോസ് മര്യാദയ്ക്ക് ടാസ്ക് കൊടുക്കുന്നില്ല എന്നായിരുന്നു. പ്രാവശ്യം പണിയും ടാസ്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇവർക്ക് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതേപോലത്തെ കോൺസെപ്റ്റ് ആണെങ്കിൽ അടുത്ത സീസൺ കുറച്ചുകൂടി ഈസി ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇനി മാറ്റിയില്ലെങ്കിൽ കിട്ടും, ഈ തീം മാറ്റിയില്ലെങ്കിൽ അടുത്ത സീസൺ കുറച്ചും കൂടി പഠിച്ച് കണ്ടറിഞ്ഞൊക്കെ വന്നോളൂ ആൾക്കാർ. എന്താണെങ്കിലും നോക്കാല്ലേ. അതെ, നാളത്തെ എന്താണ് പൊട്ടിത്തെറികൾ അല്ലേ? പൊട്ടിത്തെറിക്കും നാളെ. പ്രമോ ഞാൻ വെയിറ്റ് ചെയ്യുന്ന നാളത്തേക്കാണ്. നാളെയാണ് മക്കളെ കളിയില്ലേ? നാളെ ഉണ്ടല്ലോ, നാളെ പൂമ്പാറ്റ പറക്കും.